നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആരാധിച്ചു വരുന്ന ഒരു ദേവക്ഷേത്രമാണ്. മടപ്പുരേൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, എനിക്കിപ്പം വ്യക്തമായ ചരിത്രം അറിയില്ലെങ്കിലും കേട്ടറിഞ്ഞിട്ടുള്ള ചരിത്രം എന്ന് പറയുന്നത്, പണ്ട് ഇവിടെ ഈ പ്രദേശം ഒരു വലിയൊരു ഗ്രാമമായിരുന്നു. ഗ്രാമത്തിൽ പിന്നെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന ഒരു ഗ്രാമം. അപ്പോൾ അതിൻ്റെ നമുക്കിവിടെ പല ഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചരിത്ര ശേഷിപ്പുകളൊക്കെ കാണാൻ പറ്റും. കിണറും അതുപോലെ തന്നെ ഇടിഞ്ഞു വീഴുന്ന ബിൽഡിങ്ങുകളും അങ്ങനെയുള്ള എല്ലാം കാണാൻ പറ്റും. പാനൂരിന് കിഴക്ക് പല ക്ഷേത്രങ്ങളും പുതുതായി നിർമ്മിച്ചതാണെങ്കിലും ഇത് നിർമ്മിച്ചതും ഇതേ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളൊരു ചരിത്ര സത്യം ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞു കേൾക്കുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ക്ഷേത്രമാണെന്ന്, അത് ടിപ്പുവിൻ്റെ കാലഘട്ടത്തിലെ എന്തൊക്കെ നാശങ്ങൾ വന്നു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ കർഷകന്മാർ അധിവസിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു പോലൂർ മേഖല. ആ കർഷകന്മാരുടെ നിരന്തരമായ വിളിയാൽ ആണ് മുത്തപ്പൻ ഇവിടെ എത്തിച്ചേർന്നതെന്നാണ് ഐതിഹ്യം. കർഷകന്മാർ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ നാട്ടുകാർ ജീവിച്ചിരുന്ന ഈ മേഖലയിൽ യക്ഷിരൂപിണിയായ ഒരു രൂപമെത്തുകയും ആ യക്ഷി ജനങ്ങൾക്കെല്ലാം ദ്രോഹം ചെയ്ത് നാട്ടിൽ വിലസി നടന്നിരുന്നൊരു കാലത്ത് സാധാരണക്കാരൻ്റെ രക്ഷയ്ക്ക് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കുരളിമലയിൽ നിന്ന് മുത്തപ്പൻ പൊയിലൂരിൽ എത്തിച്ചേർന്നത്. ആ പൊയിലൂരിൽ എത്തിച്ചേർന്ന മുത്തപ്പൻ ഈ മാതാവായ യക്ഷിയോടും മകളായ യക്ഷിയുടെ മകളും ആ രണ്ടുപേരോടും തനിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഒരിടം നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഇടം നൽകില്ലെന്ന് പറയുകയും മുത്തപ്പൻ തൻ്റെ ഉഗ്ര സ്വരൂപം കാണിച്ചു കൊടുക്കുകയും ആ യക്ഷി മുത്തപ്പനെ വണങ്ങുകയും യക്ഷിയെ തമ്പുരാട്ടിയായി, കൊട്ടേരിച്ചി ഭഗവതിയായി മടപ്പുരയുടെ തെക്കുവശത്തുള്ള സ്ഥാനത്ത് കുടിയിരുത്തുകയും യക്ഷിയുടെ മകളായ പോതി ഭഗവതിയെ മുത്തപ്പൻ്റെ മുന്നിൽ തന്നെ ഒരിരിപ്പിടം നൽകി ഭഗവതിയെ ഇരുത്തുകയും ചെയ്തു. അതുപോലെ പ്രധാനപ്പെട്ട നരിക്കോട്ടുമല എന്ന് പറയുന്ന മലയിൽ ആദിവാസി സമൂഹമാണുള്ളത്. അവരാണ് ആ ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ നടത്താൻ ആദ്യമായി എത്തിച്ചേരുക. ആ കർമ്മം നടക്കണമെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഒരു 3 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായിട്ട് അവിടെ കാവിൻ്റെ അടുത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നരിക്കോട്ടുമലയിലെ ആദിവാസികൾ വന്ന് കർമ്മം ചെയ്തതിന് ശേഷം മാത്രമേ, ദേവിക്കുള്ള കർമ്മമാണ്, ആ കർമ്മം ചെയ്തതിന് ശേഷമേ ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ നടക്കാറുള്ളൂ. പിന്നെ അതിന് ശേഷം മാത്രമേ 22 കഴിഞ്ഞതിന് ശേഷമേ മാത്രമേ 23, 24, 25, 26, 27 ദിവസങ്ങളിൽ മടപ്പുരയിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കും. അതിനൊക്കെ പുറമെ 26-ാം തീയതി ഈ കലശങ്ങളിലെ മടപ്പുരയിൽ എത്തുകയാണെങ്കിലും ആ 27-ാം തീയതി കാലത്താണ് ഈ നാട്ടിലെ നൂറുകണക്കിന് കലശങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള പുരുഷന്മാർ, സ്ത്രീകൾ പ്രവേശിക്കില്ല. പുരുഷന്മാരും ആ പുത്തലത്തുനിന്ന് ആ ദേവീക്ഷേത്രത്തിൽ പോയി ദേവിയെ ഇങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുവരാറുള്ളൂ. ആ കൊണ്ടുവരുന്ന ഒരു സമയത്ത് താലപ്പൊലി എന്തിയ പുരുഷന്മാരും അതുപോലെ തന്നെ വയസ്സായ സ്ത്രീകൾ അതൊക്കെ പങ്കെടുത്തുകൊണ്ട് അവിടെ നിന്ന് താലപ്പൊലി 100കണക്കിന് കലശങ്ങളുണ്ടാവും. അതും എഴുന്നള്ളിച്ച് ഉച്ചക്ക് ഒരു 12-1 മണിയാകുന്ന സമയത്തേക്ക് മടപ്പലിൽ എത്തിച്ചേരുകയും മടപ്പലിൽ എത്തിച്ചേരുമ്പോഴേക്കും മുത്തപ്പനും മറ്റ്
വേഷത്തിലുള്ള ആളുകളും അവരെ ദേവീനെ സ്വീകരിക്കുകയും കലശത്തിന് അനുഗ്രഹം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് കർമ്മങ്ങൾ നടക്കുക. ഐതിഹ്യത്തിൽ ഈ രണ്ട് യക്ഷികളെയും രണ്ട് ഭാഗത്തായിട്ട് മുത്തപ്പൻ കുടിയിരുത്തി. അതൊന്ന് ഇവിടുന്ന് കുറച്ച് തെക്ക് മാറി കൊട്ടേരിച്ചി ഭഗവതി എന്ന് പറയുന്നത്, അവിടെ ഒരു ക്ഷേത്രം, കൊട്ടേരിച്ചി ഭഗവതി ക്ഷേത്രം. അതുപോലെ തന്നെ ഈ കൊട്ടേരിച്ചി ഭഗവതിൻ്റെ മകളായിട്ടുള്ളത് പോതി ഭഗവതി. അത് മുത്തപ്പൻ്റെ നേരെ മുന്നിലായിട്ട് തന്നെ പിന്നെ ആണ് ആ ക്ഷേത്രം കുടികൊള്ളുന്നത്. പുല്ലൂർ മടപ്പുരയിലെ ചടങ്ങുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ആഴ്ചയിൽ 2 ദിവസമാണ് നട തുറക്കുന്നത്. അതായത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. ഈ 2 ദിവസം നട തുറന്ന് പൂജ, പയൻകുറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, വാഹനപൂജ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെയുള്ള ആളുകൾ, ആ കാർഷിക മേഖലയിലുള്ള ആളുകളൊക്കെ അവരുടെ നേർച്ച കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോകും. അതുപോലെ കോഴീനെ കൊണ്ടുപോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നിഗൂഢമായ ഒരു കർമ്മമായതുകൊണ്ട് നരിക്കോട്ട് മലയിലെ ആദിവാസികൾ നടത്തുന്ന കർമ്മമാണ്. വികൃതമായ ആ കർമ്മം അവർ നടത്തുക. മറ്റുള്ള ആളുകൾ കാഴ്ചക്കാരായി നിൽക്കുകയും അവിടെ വെച്ച് കഞ്ഞിയും അതുപോലെ തന്നെ ചെറിയ ചമ്മന്തിയൊക്കെ ആയിട്ട് ഭക്ഷണം ഉച്ചയ്ക്ക് ഉണ്ടാവും. ശ്രീമുത്തപ്പൻ മടപ്പുരയിൽ കയകം തുറന്നതിന് ശേഷം, ശ്രീകോവിൽ തുറന്നതിന് ശേഷം വിളക്ക് നിർത്തുകയും അതേപോലെ തന്നെ മറ്റെല്ലാ ഉപക്ഷേത്രങ്ങളിലും വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ഇവിടുത്തെ കർമ്മം ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ തമ്പുരാട്ടി കൊട്ടേരിച്ചി മാതാവിൻ്റെ ക്ഷേത്രത്തിൽ കോഴിയെ അറുത്ത് കർമ്മം നടത്തുകയും പോതി ഭഗവതിക്കും കോഴിയെ അറുത്ത് കർമ്മം നടത്തി ക്ഷേത്രത്തിലെ നിവേദ്യമായ അവിലും അതേപോലെ തന്നെ പയറും തേങ്ങയും നിവേദ്യമായി ക്ഷേത്രത്തിൽ നൽകുകയും ചെയ്യാറുണ്ട്. കള്ള് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇളനീരും നിവേദ്യമായിട്ട് നൽകാറുണ്ട്.
പിന്നെ നമ്മുടെ മാസത്തിൽ മലയാള മാസം 25-ാം തീയതി, എല്ലാ മലയാള മാസം 25-ാം തീയതി മുത്തപ്പൻ വെള്ളാട്ടം, തെയ്യം കെട്ടിയാടി തെയ്യം ഉണ്ടാകും. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ മാസം ആഴ്ചകൾ എന്നുള്ള നിലക്ക് നടക്കുന്നത്.